അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. നിർധനരായ രോഗബാധിതർക്ക് സാന്ത്വനമേകാൻ വടംവലിയുടെ കരുത്ത്. ആയവനയിൽ ആവേശവും കാരുണ്യവും കൈകോർത്ത അഖില കേരള വടംവലി മത്സരം നടന്നു. രോഗങ്ങളുമായുള്ള ജീവിത വടംവലിയിൽ തളർന്നുപോയ നിർധനരായ സഹോദരങ്ങൾക്ക് കൈത്താങ്ങാകുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ ആയവന ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരം ആയവനയെ ആവേശത്തിന്റെ ഉത്സവഭൂമിയാക്കി. ആലപ്പുഴയുടെ മണ്ണിൽ പുന്നമടക്കായലിന്റെ ഓളപ്പരപ്പുകളെ തീപിടിപ്പിക്കുന്ന പോരാട്ടത്തിന്റെ ചൂടേറുന്ന ചുണ്ടൻ വെള്ളങ്ങളെ പോലെ ആനാരി പുത്തൻ ചുണ്ടനും വലിയ ദിവാഞ്ചിയും കാരിച്ചാലും ചമ്പക്കുളവും ചെറുതളയുമെല്ലാം ജലരാജാക്കന്മാരാണെങ്കിൽ അതേ ജലരാജാക്കന്മാരെ പോലെ രണപേരി മുഴക്കി ഒരു കമ്പ കയറെടുത്ത് കൈപ്പിടിയിൽ ഒതുക്കി കനക പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് ഒന്ന് നടന്നു കയറാൻ ഇത് ഇടുക്കി എറണാകുളം ജില്ലകൾ തമ്മിലുള്ള പടയോട്ടത്തിലേക്ക് തട്ടിപ്പടരുന്ന പോരാട്ടം. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടെടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് എന്ന് ചൊല്ലി വച്ച കാവ്യ ഭാവനയുടെ നാട്ടിൽ രാവിലെ പകലാക്കുന്ന ഒരു പോരാട്ട ചൂടിലേക്ക് കളിക്കളം കടന്നു പോകുന്നു. കൈയടിച്ചെന്ന് സ്വീകരിച്ച് ആരവങ്ങൾ പെയ്തിറങ്ങട്ടെ, കമ്പക്കെട്ടുകൾക്ക് തീ പിടിക്കട്ടെ. കളിയാവേശം തുളുമ്പുന്ന ആയവളയുടെ പടക്കളത്തിൽ ഒത്തൊരുമയുടെ നാട്ടുനന്മ വിളിച്ചോതുന്ന ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പോരാട്ട പോർക്കളം കൈപ്പിടിയിൽ ഒതുക്കാൻ ആരെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തിരിക്കുന്നവർക്ക് നടുവിലൂടെ കണങ്കാലുകളുടെ കരുത്തമായി കളിയഴകുകൊണ്ട് കളിക്കളത്തിൽ കമാലി കിസ നടത്താൻ ഉറച്ച് കണങ്കാൽ ചുവടുകളോടെ കടന്നു പോകുന്നവരുടെ പോരാട്ടം ഒന്ന് കൈയടിച്ചറിയുള്ളത്. അവസാന പടയോട്ടങ്ങളിൽ നെഞ്ചകം പിളർക്കുന്ന പോരാട്ടത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ രണ്ട് ടീമുകൾ അവസാന ലൈനുകളിലേക്ക് നടന്നു കയറാൻ വീണ്ടും പിടിവിട്ടൊരു പോരാട്ടവുമായി. പങ്കാളിത്തത്താലും കായിക ആവേശത്താലും ശ്രദ്ധേയമായ മത്സരം കാരുണ്യത്തിന്റെ ശക്തമായ സന്ദേശവും ഒരുമിച്ച് പകർന്നു നൽകി. നിഷ്കാമ കർമ്മത്തിലൂടെ മനുഷ്യസ്നേഹത്തിന്റെ പുതിയ മാതൃകകൾ തീർക്കുന്ന ട്രസ്റ്റ് നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിനായി കൂടുതൽ ധനസമാഹരണം എന്ന ലക്ഷ്യത്തോടെയാണ് ആയവന ചാത്തനോടിക്കവലയിൽ ഈ കായിക മാമാങ്കം സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് കായിക പ്രേമികൾ ആണ് വിവിധ ദേശങ്ങളിൽ നിന്നും മത്സരം കാണുവാൻ എത്തിച്ചേർന്നത്. കാരുണ്യത്തിന്റെ കളിക്കളമായി പ്രത്യേകമായി തയ്യാറാക്കിയ സ്ലാബ് കോർട്ടിൽ ഒരേ ചരടിൽ കോർത്ത മുത്തുകൾ പോലെ 7 അംഗ ടീമുകൾ ഒരുമയോടെ വടത്തിൽ പിടിമുറുക്കിയപ്പോൾ ഓരോ നിമിഷവും കാണികൾക്ക് ആവേശത്തിന്റെ വിറയലായിരുന്നു. ഓരോ പദചലനവും വിജയത്തിലേക്കുള്ള ഉറച്ച ചുവടുകളായി മാറി. വാശിയേറിയ പോരാട്ടങ്ങൾക്കൊടുവിൽ പെരുമ്പാവൂർ പ്രതിഭ പ്രളയക്കാട് 1ാം സ്ഥാനം നേടി. പുണ്യാളൻ എർത്ത് മൂവർ സ്പോൺസർ ചെയ്ത 15,001 രൂപയും ട്രോഫിയും വിജയികൾക്ക് സമ്മാനമായി. കാൽഡി കാഞ്ഞൂർ വലൻസിയ 2ാം സ്ഥാനവും ഇടുക്കി ചെങ്കുളം ബ്രദേഴ്സ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വടംവലി മത്സരത്തിന്റെ ഉദ്ഘാടനം പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ റിട്ടയർഡ് ജസ്റ്റിസ് VK മോഹനൻ നിർവഹിച്ചു. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കായിക വിനോദങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരം ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു ട്രസ്റ്റിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. അതിന് വലിപ്പച്ചെറുപ്പമോ പദവികളോ തടസ്സമാകേണ്ട കാര്യമില്ല. ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് ജിമോൾ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. വിജയികൾക്കായുള്ള സമ്മാനദാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ നിർവഹിച്ചു. നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം എത്തിക്കുന്നതിനായി പൊതുസമൂഹത്തെ ഒരുമയോടെ ചരടിൽ കോർക്കുകയാണ് ഇത്തരം മത്സരങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. സമൂഹത്തിൽ നിർധനരായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു നേരത്തെ ഒരു മരുന്ന് മേടിക്കാൻ പോലും കഴിവില്ലാത്ത ആളുകളുണ്ടാവും. അവരെ സഹായിക്കുക. കാരണം രോഗങ്ങൾ കൂടി വരുന്നൊരു കാലഘട്ടമാണ്. എല്ലാവർക്കും ഒരുപോലെ ചികിത്സിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായെന്ന് വരില്ല. അവരെ ഞങ്ങളാലാകും വിധം സഹായിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 14 പ്രഗത്ഭ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. കായിക ആവേശത്തോടൊപ്പം മനുഷ്യത്വത്തിന്റെ സന്ദേശവും ശക്തമായി ഉയർത്തിപ്പിടിച്ച ഈ വടംവലി മത്സരം ആയവനയ്ക്കും ചുറ്റുമുള്ള പ്രദേശവാസികൾക്കും പുതുമയുള്ളൊരു ഉണർവും പ്രതീക്ഷയും സമ്മാനിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.